കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നന്മകൾ നേർത്ത മയക്കം, ചുരുളി അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് പ്രോസസ്സ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചും കൂടി ടൈം വേണ്ടി വരുമായിരിക്കും. ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മൾ ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ആ പിക്കപ്പായി വരാൻ കുറച്ച് സമയമെടുത്തെങ്കിലും സെക്കൻഡ് ഹാഫിൽ പടം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പിന്നെ ക്ലൈമാക്സ് എപ്പോഴത്തെയും പോലെ കുറച്ച് കൺഫ്യൂഷനൊക്കെ കൊണ്ടുവന്നു, ഫാൻറ്റസിയൊക്കെ കൊണ്ടുവന്നു പടം. പക്ഷെ ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസ് വരേണ്ട രീതിയിലുള്ളൊരു പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഓഡിയൻസിൻ്റെ പ്രതീക്ഷയും വലിയൊരു കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അല്ല. ലാലേട്ടൻ്റെ പടം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്കമാലി ഡയറീസ് എടുത്ത ആളാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാസ്, ഈ പേരും മലയക്കോട്ടെ വാലബൻ എന്നൊക്കെ ആയതുകൊണ്ട് ആളുകളുടെ പ്രതീക്ഷ, പിന്നെ ഫാൻസിൻ്റെ പ്രതീക്ഷയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പടമല്ല. അങ്ങനെ തിയേറ്റർ പിന്നെ ആവശ്യമില്ലാത്ത ഒരു ഹൈപ്പും വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ടിനു പാപ്പച്ചൻ്റെ വക മോഹൻലാലിൻ്റെ ഇൻട്രോയ്ക്ക് തിയേറ്റർ കുലുങ്ങും, അങ്ങനെ കുലുങ്ങുന്ന ആ ഒരു ലെവലിൽ കാണേണ്ട പടമല്ല. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ ചിലപ്പോൾ 2 ദിവസം എടുക്കുമായിരിക്കും. എന്നാലും ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഗുഡ് തന്നെയാണ് പറയാനുള്ളത്. ഒരു മോശം പടമാണെന്നുള്ളൊരു ചിന്ത എനിക്കില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബേസിക്കലി ഇത് ലിജോ ജോസ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ സിനിമയാണ്, അല്ലാതെ ഒരു ഹീറോയുടെ സിനിമയായിട്ട് നമുക്ക് കാണാൻ സ്വാഭാവികമാണല്ലോ. അപ്പോൾ നമ്മൾ മലയാളികൾ സിനിമ കാണുന്ന രീതിയുടെ പ്രശ്നമാണ്. എന്താണ് ഇഷ്ടപ്പെട്ട, എന്താണ് ഒരുപാട് സിനിമയിൽ ഇഷ്ടപ്പെട്ടത്? ഫോട്ടോഗ്രാഫിയും ബീജിയും കണ്ട ക്വാളിറ്റി ഉള്ള ഒരു ഫ്രെയിം എടുത്തു പറയണ്ട, ഫ്രെയിമാണ് രക്ഷയില്ല, പൊളിയായിരുന്നു. നല്ല സിനിമയാണ്. റിവ്യൂ അറിഞ്ഞിട്ടാണോ വന്നത്? റിവ്യൂ അല്ല, റിവ്യൂ അധികം നോക്കിയിട്ടില്ല. അല്ലാതെ ലിജോയുടെ സിനിമ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമ കാണുന്ന ഫീൽ തന്നെയാണ്, അല്ലാതെ ഒരു വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്, എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി? നല്ല സിനിമ, നല്ല മൂവി. തിയേറ്ററിൽ കാണേണ്ട മൂവി, തിയേറ്ററിൽ മൂവി. എല്ലാം വളരെ നല്ല. പിന്നെ ഇത് ഓഡിയോ 1-ലാണ് ഇവിടെ കണ്ടത്. അത് വളരെ നല്ല തിയേറ്റർ മൂവിയാണ്, അതിനുവേണ്ടി വന്നതാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണോ? ഇതുവരെ കണ്ടിട്ടില്ല. വളരെ മനോഹരമായ സിനിമയാണ്. നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. കൊള്ളാം, നല്ല ക്യാരക്ടേഴ്സാണ്. എല്ലാവരും നല്ല ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് കുറച്ച് ലാഗുണ്ട്, പക്ഷെ എന്നാലും അത് അഡ്ജസ്റ്റബിൾ ലാഗുമാണ്. അത് ലിജോയുടെ സിനിമയിൽ പ്രതീക്ഷിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. സിനിമ ഉള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വളരെ നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ചില വീക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായ പോലെ ഞങ്ങൾക്കിങ്ങനെ തോന്നി. വേറൊരു തലത്തിൽ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഒരു സാധാരണ സിനിമ കാണുന്ന ലാഘവത്തിൽ ഇത് കണ്ടുപോകാൻ പറ്റത്തില്ല. റിവ്യൂസ്, നെഗറ്റീവ് റിവ്യൂസും ഒക്കെ കുറേ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞങ്ങൾ IFFK കാണുന്ന ഒരു ടീമാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളത്, കാരണം അത് സാധാരണ തലത്തിൽ നിന്നുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതായിരുന്നു. ഇഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെട്ടു. അതെ. അത് ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല. വലിയ രഹസ്യമായ രീതിയിലൊക്കെയാണ് സിനിമ വന്നതെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ കൂടുതൽ പ്രതീക്ഷിച്ചു എന്നുള്ളത്. മോഹൻലാൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അയാളുടെ ഒരു ബോഡി ലാംഗ്വേജിനും പുള്ളിയുടെ ഒരു സൈസിനും ഒക്കെ ആയിട്ട് കഥാപാത്രം പറ്റുകയായിട്ട് ഫിസിക്കലി ഇതിന് വേണ്ടി പുള്ളിയിലുള്ള ആ ഒരു സൈസിനെ ശരിക്കും അതിനെ പ്രൊജക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമ കൊള്ളായിരുന്നു, മൊത്തത്തിൽ കൊള്ളാം. ക്വാളിറ്റി ഉണ്ട്. വിഷ്വൽസ് ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസും ഫ്രെയിംസും ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. സൗണ്ട് ക്വാളിറ്റി തിയേറ്ററിൻ്റെയും കൂടെ ആണ് കേട്ടോ. നല്ല മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ സെക്കൻഡ് ഹാഫിലെ കുറച്ച് ഫൈറ്റ് സീൻസൊക്കെ അനാവശ്യമായിരുന്നു. പാർട്ട് 2-ന് വേണ്ടിയിട്ടുള്ള നിർത്തുന്നത് അതൊരു നല്ലൊരു പോയിന്റിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫ് വിജയിച്ചില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇറങ്ങുമെന്ന് ഞങ്ങൾക്കും കുറച്ച് ഉത്കണ്ഠയുണ്ട്. വിജയിക്കട്ടെ. നല്ല സിനിമയായിരുന്നു ആക്ച്വലി. റെസ്പോൺസ് കണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരുപാട് ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു വശത്ത് LJP മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അതെ, ഞാനിപ്പോൾ ഡബിൾ ബാരൽ ആമേൻ ആ സിനിമയ്ക്ക് ഒരു കണ്ടു ഇഷ്ടപ്പെട്ടിട്ട് അതറിഞ്ഞ് ആ രീതിയിൽ തന്നെ വന്നതാണ്. നല്ല സിനിമയായിരുന്നു. ഇത് ഈ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സത്യം പറഞ്ഞാൽ ഒരു ഹോളിവുഡ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ഒരു ഫീലുണ്ട് സത്യം പറഞ്ഞാൽ. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സീരിയസ് പ്രസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു തിയേറ്റർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ കാണാൻ വേണ്ടി വന്നത്. അത് ഒബ്വിയസ്ലി കാണേണ്ട ഒരു ഇതാണ്. സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ് കുറച്ച് ഒരു ലാഗ് പോലെ തോന്നി. പക്ഷേ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്റ്റാർട്ടിങ് തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ മൊത്തം ഒരു കഥ ഇങ്ങനെ കണ്ടിരുന്നു. എവിടെയോ നടക്കുന്ന ഒരു കഥ, പക്ഷെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ മുത്തശ്ശി കഥ എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിൽ കണ്ട ഒരു എഫക്റ്റ്.
അതിപ്പോൾ മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ, അതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പ്യുവർലി ആയിട്ട് വന്നപ്പോൾ ഇത്രയും ഹൈപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ആൾക്കാർക്ക് മേ ബി ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഇറങ്ങിയത് കൊണ്ടായിരിക്കും ഈ ഒരു ഇത് വന്നത്. പക്ഷേ ഇതൊരു പ്യുവർലി LJP സിനിമയാണ് സത്യം പറഞ്ഞാൽ. സാറ്റിസ്ഫൈഡ് ആണ് കണ്ടത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും ലിജോ ജോസിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെയാണ്, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു സ്ലോനെസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓരോ ഫ്രെയിംസൊക്കെ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. അതെ, കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നി അല്ലേ. അറിഞ്ഞിട്ടാണോ വന്ന റെസ്പോൺസ് ഒക്കെ? റെസ്പോൺസ് അറിഞ്ഞിട്ടാണ് വന്നത്, പക്ഷെ അത് വെച്ചിട്ടല്ല കണ്ടത്. എന്തായാലും കുഴപ്പമില്ല. ക്വാളിറ്റി മേക്കിംഗ് ലിജോ ജോസ് ക്വാളിറ്റി ഉണ്ടല്ലേ, ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു നാടകത്തിൻ്റെ ആ ഒരു ഇതുപോലെ തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതെ, മൂവി ഈ ഓരോരുത്തർ പറയുന്നത്ര പ്രശ്നമുള്ള ഒരു മൂവിയൊന്നുമല്ല. റെസ്പോൺസ് ഒക്കെ അറിഞ്ഞിട്ടാണോ വന്നത്? ആണ്. അപ്പോൾ അതും കൂടെ വെച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി അങ്ങനെ മോശപ്പെട്ട ഒരു മൂവിയൊന്നുമല്ല. ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കുറവാണെന്ന്, ആർട്ട് വൈസാണ്. അപ്പോൾ ആ രീതിയിൽ സിനിമ കാണുന്നവർക്ക് ദഹിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇച്ചിരി സ്ലോ ആണ്, കഥ പറഞ്ഞു തുടങ്ങുമ്പോഴേ സ്ലോ ആണ്, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു നല്ലൊരു മൂവി തന്നെയാണ്.